1. വേണ്ട വേണ്ട വേണ്ട. ഹലോ വൈകോ? അമ്മ എവിടെ? ബോട്ട് ജെട്ടിയില്ല. വൈകോ? ഒന്നും കേൾക്കാൻ വയ്യ സർ. ഈ ഒരു തവണ കൂടി ക്രിസ്മസിന് അവൻ്റെ ഏതെങ്കിലും ഒരു ആവശ്യം. സോറി അൽസ, ഈ വർഷം എനിക്കിനി ഒന്നും ചെയ്യാനാവില്ല. ഇപ്പോൾ തന്നെ വളരെ അധികമാണ്. പ്ലീസ്. അത് നടക്കുമോ അമ്മ? എനിക്ക് ന്യൂ ട്രിപ്പിന് പോകാൻ പറ്റുമോ അമ്മ? ഇന്നും പണ്ടില്ല അതിനെക്കുറിച്ച് സംസാരിച്ചോളൂ. അമ്മ, ദൈവം നമ്മളെ ശരിക്കും അനുഗ്രഹിച്ച്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് തോന്നാൻ. ഇനി നമുക്ക് ഇഷ്ടമുള്ള വാങ്ങാം, പിശിക്കാതെ ജീവിക്കാം. ഇനി നമുക്ക് ഡെക്കറേഷൻസ് വാങ്ങാം, എനിക്ക് ടൂറ് പോകാം, മൊബൈൽ വാങ്ങാം. ഇത് നമ്മുടേതല്ല അച്ചു. ഇത് നഷ്ടപ്പെട്ട ആരോ ഒരാൾ എവിടെയോ ഉണ്ട്. നമുക്കെങ്ങനെ ഇതെടുക്കാൻ കഴിയും അച്ചു? അർഹതയില്ല അച്ചു. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു. ഒരു തെറ്റ് എനിക്ക് പറ്റി. ഇതുപയോഗിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ ഇത് വേണ്ട അച്ചു. അമ്മ തന്നെയല്ലേ എന്നെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചേക്കണത്? ഒരുപക്ഷെ എന്തേലും നമ്മളെ സഹായിക്കാൻ, തിരക്കിനിടയിൽപ്പെടാതിരിക്കാൻ ദൈവം നമ്മൾക്ക് തന്നതാണെങ്കിലോ? ഇല്ല മോനെ, ദൈവം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. ഈ പണമെടുത്താൽ നമ്മൾ ആരുടെയെങ്കിലും സന്തോഷമാണ് കെടുത്തുന്നത്. പിന്നെ എന്തിനു തിരികെ നൽകണം? നിന്നെക്കുറിച്ചും നിന്റെ നാളെക്കുറിച്ചും ഞാൻ ആലോചിക്കുന്നുണ്ട്. അമ്മയുടെ ഇഷ്ടമൊരേ, ഇനി ഞാനൊന്നും പറയണില്ല. എൽസ, കാലത്തെ തിരക്കിലാണല്ലേ? അല്ലെങ്കിൽ നിനക്കെപ്പോഴും തിരക്കാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ടിട്ട് വല്ലാതിരിക്കണു. വെറുതെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ ചേച്ചി. പിന്നെ സെന്റ് മേരീസ് ഓർഫനേജിൽ വല്ലതും കേട്ടാ? അറിഞ്ഞായിരുന്നോ? കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിടി എനിക്ക്. നാണക്കേട്. ഇങ്ങനെയുണ്ടാവും ഓരോരുത്തർ. എന്ത് പറ്റി ചേച്ചി? പാവങ്ങള് കുട്ടികൾക്കായി അവർ ഈ വർഷം ഒരു ക്രിസ്മസ് വിരുന്ന് ഒരുക്കിയിരുന്നു. അതിന് സ്വരൂപിച്ച പണം കാണാതെ പോയെന്നാ പറയുന്നത്. രഹസ്യമായി വെച്ചിരിക്കുക അരമന. അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാണല്ലോ, അതുകൊണ്ടാ. കാണാതെ പോയെന്നോ? അതെങ്ങനെ ചേച്ചി? ഏതോ ഒരു കോൺവെന്റ് സ്റ്റാഫ് സ്വരൂപിച്ച പണവും സംഭാവനകളുമായി ഇന്നലെ വൈകുന്നേരം വൈപ്പിൽ നിന്ന് ഇങ്ങോട്ട് ജങ്കാറ് കയറാൻ ഓടിയതാ. അവിടെ എവിടെയോ ബാഗ് കാണാതെ പോയി.
ഒന്നെങ്കിൽ അത് അവിടെ എവിടെയെങ്കിലും വീണിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടാവും. ആ കുഞ്ഞുങ്ങൾ, പാവങ്ങൾ, എത്ര സന്തോഷത്തോടെ അവറ്റകൾ കാത്തിരുന്നത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അവർ മനമൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടാവും, ഒരത്ഭുതത്തിനായി കാത്തിരിക്കുന്നുണ്ടാവും. ചിലർ പറയുന്നു അതാ സ്റ്റാഫ് തന്നെ, എന്നിട്ടൊരു കഥയുണ്ടാക്കി. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലേ? ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റിനായി കാത്തിരിക്കുന്നുണ്ടാവും. എടി, നീ ഇടയ്ക്ക് നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കടി പെണ്ണേ, വല്ലാണ്ട് കോലം കെട്ടിരിക്കണം നീ. ഈശോമിശിഹായ്ക്ക് ധരിക്കട്ടെ. ഇരിക്കൂ. ഇത് ഇവിടത്തെയാണ്. ചെങ്കാർചട്ടിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയത്. അവരുടെ ക്രിസ്മസ് തിരികെ കൊണ്ടുവന്നു നീ ഇപ്പോൾ ഞങ്ങൾക്കൊരു മാലാഖയെ പോലെയാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞെ. പണവും സമ്മാനങ്ങളും തിരികെ നൽകുന്നതിനേക്കാൾ നീ ചെയ്തത് വിശ്വാസവും പ്രത്യാശയും ഭൂമിയിൽ നീ ഇതിലൂടെ നിലനിർത്തി എന്നതാണ് കുഞ്ഞെ. ഇതുതന്നെയാണ് ക്രിസ്മസിൻ്റെ പൊരുൾ. നീയാണ് ക്രിസ്മസിന് ഏറ്റവും അനുയോജ്യയായവൾ. കരയില്ലേ മോളെ? നിനക്ക് മനസ്സിലായോ? അതിൽ നിനക്ക് അഭിമാനിക്കാം, ഒരു സംശയവും വേണ്ട. നീ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്. ഈ ക്രിസ്മസ് ഇത്ര മനോഹരമാക്കാൻ കാരണം ഇവളാണ്. ഇവൾക്കും ഈ ക്രിസ്മസ് എന്നും ഓർക്കാൻ നമുക്കെന്തെങ്കിലും. Nice to meet you, Elsa. Anyway, we will meet you. അച്ചു, അമ്മ വേണ്ടായിരുന്നു. ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടല്ല കേട്ടാ. പണയം വെച്ചതല്ലേ, ഉടനെ തിരിച്ചെടുക്കാലോ. എന്നാലും നമ്മുടെ ആത്മാവ് പണയം വെച്ചില്ലല്ലോ.
മെരി ക്രിസ്മസ് അച്ഛാ.